എല്ലാം പൊളി പടമാണ്, ഒരു കാശിക്കും കൊള്ളൂല. പൊളി ഒരുമാതിരി സീരിയൽ പോലെ, തുടങ്ങണമെന്നും അറിയില്ല തീരണമെന്നും അറിയില്ല. 1.5 മണിക്കൂറേ ഉള്ളൂ. അത് നല്ല ഹിറ്റ് പടമല്ല ഇത്. അവൻ എന്തിനും അടിച്ചിന് അറിയില്ല. പടം അത്രയ്ക്ക് പൊളി, ഒന്നും പറയില്ല. പടം പൊളി, ഭയങ്കര. മ്യൂസിക്കിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഫസ്റ്റ് ടൈമാണ് സിനിമ കാണാൻ വരുന്നത്. നല്ല മൂവിയാണ്, വാച്ചബിൾ, ഓൺ ടൈം വാച്ചബിൾ. അഭിനയമൊക്കെ അന്നാബനൊക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. സൂര്യയൊക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. ഒരു റിയൽ ലൈഫിൽ കാണുന്നത്, നമ്മളും കൂടെ ട്രാവൽ ചെയ്യുന്നത് പോലെയുള്ള ഓൺലൈൻ സ്റ്റോറി, ക്ലൈമാക്സ് എന്ന് പറയാനൊന്നുമില്ല. ഫസ്റ്റ് ഫിലിം അല്ലേ, ആക്ടിങ് ഒക്കെ ഉള്ളു. പക്ഷെ ഒന്നും എന്താ പറയുക, സ്റ്റോറി എന്ന് പറയാനൊന്നുമില്ല. പടം നല്ല പടമാണ്. വിനോദ് രാജിന് ഇതിനു മുമ്പേ ഉള്ള കൂഴാങ്കൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, ആ പടം ഇഷ്ടപ്പെട്ട് ആണ് ഇതിന് കാണാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ആ ലെവൽ എത്തിയിട്ടില്ല പടം. എന്നാലും കൊള്ളാം. ബട്ട് നിങ്ങളൊരു കൊമേഴ്ഷ്യൽ സാധനം വല്ലതും ഇതിനാരും കൊമേഴ്ഷ്യൽ പ്രതീക്ഷിച്ച് വരികയാണെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. പിന്നെ ഒരു രക്ഷയില്ല. സൂര്യ ആയാലും അന്നാബെൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇതിനു മുമ്പേ കണ്ടിട്ട് പോലും ഇല്ല. ഓവറോൾ നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഓരോ ആൾക്കാരുടെ ആക്ടിങ് തന്നെ. എനിക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് ഇന്നേ വരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു ക്ലൈമാക്സാണ്. എന്ന് വെച്ചാൽ ഈ തമിഴ് പടങ്ങളിലൊന്നും നമ്മൾ കണ്ട് ശീലിച്ചിട്ടേ ഇല്ലാത്ത ടൈപ്പ് ഒരു ക്ലൈമാക്സാണ്. അതുമാത്രമല്ല, പടത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പടത്തിൽ മ്യൂസിക് എന്ന് പറയുന്ന സാധനം ഇല്ല. മ്യൂസിക് ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ മ്യൂസിക് ഉപയോഗിക്കാതെ ഒരു പടം ഇതിനു മുമ്പേ കണ്ട് ശീലിച്ചിട്ടില്ല. ഞാൻ ഒരു 2000-ന് ശേഷം ജനിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഒട്ടും കണ്ടിട്ടില്ല. സോ എനിക്ക് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.